ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഡെലിവറിക്ക് ശേഷമുള്ള കുറച്ചൊരു മാക്സി കളക്ഷൻ ആട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നത്. പൊതുവേ നമുക്ക് ഡെലിവറി എന്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മാക്സി ഉണ്ടായാലും തികയില്ല അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് അതിൻ്റെ ഒരു കളക്ഷനാണ് കാട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു മാക്സി ആട്ടോ. ഇതൊരു എന്താ പറയുക, നല്ല ക്ലോത്താണ്, എന്നാലും വലിയ റേറ്റോ കാര്യങ്ങളൊന്നും അധികമില്ല. ഒക്കെ 300 രൂപേൻ്റെ താഴെ ആയിട്ടുള്ള ക്യാഷ് ആട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, മാക്സി എടുക്കുകയാണെങ്കിൽ അതിക്ക് മാച്ച് ചെയ്തിട്ട് ഷോൾ കൊടുക്കും കേട്ടോ. കാരണം ഒരുപാട് തപ്പി അങ്ങനെ എടുക്കും. കാരണം എനിക്ക് അതാണ് ഇടുമ്പോൾ കുറച്ചും കൂടിയും ഒരു കംഫേർട്ട്. അല്ലാതെ ഷോൾ വേറെ കളറ് അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു മാക്സിക്ക് ഈ ഒരു കളർ ഷോളാണ്, ആ പുള്ളീൻ്റെ ആ കളർ ഷോൾ തന്നെയാണ് ഞാൻ എടുത്തത്. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടി മാച്ചായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത മാക്സി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പച്ച കളർ വരുന്ന പച്ചയും ഒരു വൈറ്റും പിന്നെന്താ ആ ഒരു കളറും കൂടി ഒന്നായിട്ടുള്ളൊരു ചുങ്കിടി മോഡൽ ടൈപ്പ് മാക്സി ആട്ടോ. ഇതിൻ്റെ കഴുത്തിന് നല്ല എന്താ പറയുക പ്രിൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ പൊതുവേ സിബുള്ള ടൈപ്പാണ് ഞാനെല്ലാം വാങ്ങിയത്. അപ്പോൾ ഇതാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴുത്ത് ഇങ്ങനെയാണ്, ഒക്കെ മാച്ചായിട്ട് ഒരു പച്ച ഷോളാണ് ഞാൻ എടുത്തത്. കാരണം അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ആ ഒരു ഡാർക്ക് ഗ്രീൻ കളറാട്ടോ ഞാൻ സെറ്റാക്കി എടുത്തത്. അപ്പോൾ ഇങ്ങനെ മാക്സി ഇടുമ്പോൾ ഒരു നമുക്ക് കംഫർട്ട് എങ്ങനെ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. എനിക്ക് കംഫർട്ടുള്ള രീതിക്ക് അനുസരിച്ചാണ് ഞാൻ എടുത്തത്. പിന്നെ ഇപ്പം ഇത് ഇന്നോ ഇന്നലെ അങ്ങനെ ഡെലിവറിൻ്റെ തലേന്ന് പോയിട്ട് ഒന്നായിട്ട് എടുത്തതൊന്നുമല്ല, ഓരോന്ന് എടുത്ത് വെച്ച് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു കൂട്ടി ഇങ്ങനെ വെക്കുമല്ലോ, അങ്ങനെയാണ് കേട്ടോ. ഇത് പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ഒരു സിപ്പ് മോഡലുള്ള ടൈപ്പ് മാക്സിയാണ്. എനിക്ക് ചിലവർക്ക് ഇത് ഭയങ്കര ഒരു കംഫർട്ടാണ് തോന്നും. എനിക്ക് പക്ഷേ അത്ര ഇങ്ങോട്ട് അതിൻ്റെ പ്രിൻറ്റഡും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മാക്സി യൂസ് ചെയ്യണേ, അതുകൊണ്ടായിരിക്കും എനിക്കത്ര കംഫർട്ട് തോന്നില്ല. പക്ഷേ പൊതുവെ എല്ലാവർക്കും ഇത് ഭയങ്കര താല്പര്യമുള്ളൊരു മാക്സിയാണ്. അപ്പോൾ അതിനോട് മാച്ചായിട്ട് തന്നെ ഞാൻ ഈ കളർ ഷോളാട്ടോ എടുത്തത്. അതായത് കുറച്ച് ബ്രൗൺ അല്ല, വേറൊരു മുന്തിരി കളർ എന്നൊക്കെ പറയുന്ന ആ ഒരു കളർ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത മാക്സി ആട്ടോ. ഇത് തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ ബനിയൻ ക്ലോത്ത് തുണിയില്ലേ, അതിൻ്റെ അതേപോലത്തെ തുണിയാണ്. ഇതിന് കുറച്ചൊരു റേറ്റ് ഉണ്ട്, 350-80 ആ റേറ്റ് ഉണ്ട്. ഇതിന് മുന്നിൽ ഇങ്ങനെ നമ്മൾ പ്രിൻ്റഡ് വരുന്നുണ്ട്. അതിക്ക് ഷോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു പൂവിൻ്റെ അതേ കളർ മാച്ചാക്കിയിട്ട് ഷോൾ എടുത്താട്ടോ. ഈ ഷോൾ എടുക്കാനാണ് എനിക്ക് ഭയങ്കര ടൈം വരിക. കാരണം തിരഞ്ഞ് അതിനോട് മാച്ചായിട്ട് കിട്ടണമല്ലോ. പിന്നെ അഥവാ മാച്ച് ആവാതെ കിട്ടിയാലും നമുക്കിടുമ്പോൾ അതൊരു കംഫർട്ടായിട്ട് തോന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാക്സിയാണിത്. ഇത് ശരിക്കും ഇതിൽ കാണുന്നതിലും കുറച്ചും കൂടി ഡാർക്ക് കളറാണ്, നല്ല കുറച്ചും കൂടി ഒരു പച്ച ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മാക്സിയിൽ ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഷോളാണ്. അതിന് എന്തുകൊണ്ടും അറിയില്ല, ഇങ്ങനൊരു ഷോള് കിട്ടി. ശരിക്കും എന്താ പറയുക, നമ്മൾ അത് മാച്ചാക്കി എടുത്താൽ തോന്നില്ല. അതിൻ്റെ കൂടെ തന്നെ കിട്ടിയൊരു ഷോൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ഇത് തോന്നിയിട്ടോ. ഇതും അതേപോലെ ചെറുങ്ങനെ ഒരു കോട്ടനും അല്ല, ഒരു ബനിയൻ ക്ലോത്ത് ടൈപ്പും അല്ലാത്ത ടൈപ്പ് മാക്സി ആട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു മാക്സി ഇത് ഞാൻ വാങ്ങിയതല്ല, അതായത് മക്കൾക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. മക്കൾ മദ്രസയിൽ പോകുമ്പോൾ ഫുൾ പ്രസൻറ്റ് കിട്ടിയപ്പം ഇങ്ങനത്തെ ഇതേപോലത്തെ 2 മാക്സി എനിക്ക് കിട്ടിയിട്ടോ. ഒരേ കളറിലുള്ളതാണ് കിട്ടിയത്, ഒരേ പ്രിൻ്റഡ് ഉള്ള ടൈപ്പുമാണ് കിട്ടിയത്. അപ്പം ഇതങ്ങനെ കിട്ടിയതാണ്. പിന്നെ ഷോള് ഞാൻ സെപ്പറേറ്റ് പോയി ഷോള് കറുപ്പ്, ഇതിൻ്റെ കൂടെ ഒരു ഷോളും ഒരു പാവാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതാക്കിയിട്ടാണ് അവർ തന്നത്. അതായത് ഫുൾ പ്രസൻ്റ് ഉള്ള കുട്ടികളെ പാരൻസിന് നമ്മളാണല്ലോ അവിടെ രാവിലെ എഴുന്നേറ്റ് മാറ്റി കൊടുത്ത് അവരെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ നമുക്കൊരു മോട്ടീവ് ആവാൻ വേണ്ടിയിട്ട് അവരെ വകയുള്ള സമ്മാനം കേട്ടോ. പിന്നെ അടുത്തതാണ് ഈ ഒരു ടൈപ്പ്. ഇത് നല്ല എന്താ പറയുക, ഒരു പ്യുവർ കോട്ടൺ ആണ്. ഇതും ഒരു 300 ആ റേഞ്ചിലുള്ളതാണ്. ഇതിനൊക്കെ ഞാൻ മാച്ചാക്കിയിട്ട് പറഞ്ഞാൽ ഈ ഷോള് അവിടെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു കളറ് അങ്ങനെ മാച്ചാക്കിയിട്ടാണ് എടുക്കൽ. ഇത് കറക്റ്റ് പെർഫെക്റ്റ് അല്ല, എന്നാലും നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നിയൊരു ഇതുണ്ടല്ലോ, അതാണ് ഞാൻ എടുക്കൽ. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഞാൻ 7 മാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് കിട്ടിയതെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ 8 മാക്സി ഉണ്ടായിരുന്നു. ഇത് പിന്നെ പറഞ്ഞാൽ ഞാൻ മാക്സി എടുക്കാൻ പോയപ്പം ഇതിൻ്റെ ക്ലോത്തൊക്കെ നല്ലതാണ്, പക്ഷേ റേറ്റ് കുറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തെന്ന് വെച്ചപ്പോൾ
അത് നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഇതിൽ ചെറുങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്, കുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുത്തുള്ളത് കാരണം അവർക്ക് ഡാമേജ് പീസ് പോവില്ല അങ്ങനെ. അതുകൊണ്ട് അവർ റേറ്റ് കുറച്ചൊരു 200 റേഞ്ചിനാണ് എനിക്ക് തന്നത്. പിന്നെ ഞാൻ മാക്സി ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഒരു മാക്സി തട്ടം പാവാട അങ്ങനെ ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് ഞാൻ വെക്കില്ല. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമാണ്, പ്രയാസമില്ല. അല്ലാതെ ഒന്നായിട്ട് അൾമാറ ഒരു വലിച്ചു വാരി ഇടേണ്ട അവസ്ഥ ഉണ്ടാവില്ല. നമുക്ക് അതിങ്ങോട്ട് എടുത്താൽ നമ്മളെല്ലാ കാര്യങ്ങളും അതിൽ സെറ്റായി കിട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാം മടക്കി വെക്കൽ. അതിപ്പം എന്നല്ല കേട്ടോ, അതേ അങ്ങനെ ശീലമായി. അതുകൊണ്ട് അങ്ങനെ ചെയ്യാഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലീസിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ മുന്നോട്ട് വരുന്നതാണ്. അപ്പം ഓക്കെ.